പണ്ടൊക്കെ പോലീസ് എന്ന് കേൾക്കുമ്പോ ജനങ്ങൾക്ക് പേടിയായിരുന്നു ഇല്ലേ? എന്നാൽ ഇവിടെ ഇപ്പോഴത്തെ ചില പോലീസുകാരുടെ കാര്യം ബഹുവിശേഷ. എന്നാലോ ഈ പോലീസുകാരെ പറ്റിക്കുന്ന ചില വിദ്ധന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. ഹൈ പെറ്റിയടിക്കാണ്ട് ഒരുത്തരെ പോലെ കിട്ടണല്ലോ. വല്ല ഹർത്താലോ മറ്റാണോ? ഇവിടെ പോയി കളഞ്ഞോ? പിന്നെ കളഞ്ഞോ? ഇത് എത്രാമത്തെ വടിയാണ്? ഒന്ന് നോക്കണോ? സാറിന് കറക്കൽ ഇത്തിരി കൂടുതലാട്ടോ. എത്ര പ്രാവശ്യം ഏത് എവിടെ പോയി കിടക്കണത്? തപ്പടോ ശരിക്കും അവിടെ എടുത്തു. എന്ത് കഷ്ടോ സാറ്. ഏത് നേരം ഈ വടി കറക്കി കളയല. എവിടെ അങ്ങോട്ട് കേറി കിട്ടി സാറേ. കൊണ്ടുവാ. ഇനി കളയരുത് കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതെന്താണോ ഇത്? ഇവിടെ സിക്ക് നോക്കൂടെ എവിടെയാന്നുള്ളത്. സാറേ എന്താടോ നമ്മൾ ഈ മണൽ ലോറി തടയും എന്ന് പറഞ്ഞിട്ട് ഒന്നും തടഞ്ഞില്ലോ സാർ. ആരാടോ പറഞ്ഞു തടഞ്ഞില്ലെന്ന്? അങ്ങനെ തടഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കാശാണ് ഈ കാണുന്നത്. കാശിന് ഈ മാസം ഒരുപാട് അത്യാവശ്യമുണ്ട്. എന്താണെന്നറിയില്ല, ഭാര്യയുടെ വയർ അടിക്കടി വീർത്തു വരും. ഗ്യാസിന്റെ ആയിരിക്കും. ഗ്യാസിന്റെ ആണോ അപ്പുറത്തെ വീട്ടിലെ ജോസിന്റെ ആണോ എന്ന് എനിക്കറിയാൻ മേലേ. അതെ, ഞാൻ സാറിന്റെ അടുത്ത് കാര്യം ചോദിക്കാതിരിക്കായിരുന്നു. എന്താണോ? സാറിന്റെ ഭാര്യ എന്റെ ഭാര്യയും കൂടി അവർ ജോലി ചെയ്യണടുത്ത് ഒരുമിച്ചാണ് ശമ്പളം മേടിക്കാൻ പോകുന്നത്. അതിനിപ്പോ എന്താണ്? എന്നിട്ട് ഈ മാസം സാറിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ. എടോ, അന്തസ്സും അഭിമാനമുള്ളവര് ഈ മാസം ശമ്പളം മേടിക്കാണ്ട് സ്വന്തം ഭാര്യയെ വിടില്ല. അതെന്താ? അപ്പൊ താൻ പേപ്പറൊന്നും വായിക്കാറില്ലേ? എടോ, ഈ മാസം ശമ്പളത്തോടൊപ്പം പിടുത്തോണ്ടെന്ന്. നമുക്ക് അന്തസ്സില്ലേ, വിടാൻ പറ്റുമോ? ഒരുത്തം മണ്ണുണ്ട്, നല്ല സ്മോളാണ്. വണ്ടി അവനെയും കൊണ്ടാ വന്നത്. പൊക്കിയാൽ 500 കിട്ടും. നിർത്തറ എന്താ വണ്ടി തള്ളിക്കൊണ്ട് പോകണം? ഓടിക്കറിയാൻ പാടില്ലേ? സാറേ, വെള്ളടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. വെള്ളടിച്ച് വണ്ടി തള്ളിക്കൊണ്ടു പോകാലോ. നീ ഒന്ന് ഊതിക്കേ. എന്റെ മുഖത്തേക്കല്ല. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ശാന്തമ്മയുടെ വീട്ടിലേക്ക് കൊണ്ട് പോയി. ശാന്തമ്മയുടെ വീട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വളവുണ്ട്. അതിനപ്പുറത്ത് മുറുക്കാൻ കട. അതിനപ്പുറത്തെ 3ാമത്തെ വീടാണ്. പോടാ ഒറ്റ അട്ടി. എവിടുന്ന് വന്നടാ അവനൊക്കെ? രണ്ട് യുവമിഥുനങ്ങള് ഹെൽമെറ്റ് ഇല്ലാതെ വന്നത് പിടിച്ചാ എന്തെങ്കിലും തടയും. 100 മിനിമം. നിർത്തറ വണ്ടി. ഓഫിയുടെ വണ്ടി. എവിടാ ഹെൽമെറ്റ്? ഹെൽമെറ്റ് വീട്ടിലിരിക്കുക. എടാ, ഹെൽമെറ്റ് വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതല്ല, തല വെക്കാനുള്ളതാ. എന്റെ സാറേ, എനിക്ക് പെടലി വേദന, അതാ ഹെൽമെറ്റ് വെക്കാത്ത. എന്താ നിന്റെ ജോലി? എനിക്ക് ലോഡിങ് അൺലോഡിങ്ങില് ഒരു ഒറ്റ അട്ടി വെച്ചാൽ എന്റെ സാറേ, ഹെൽമെറ്റ് വെച്ചാൽ മുടി പോകും തലയില്. ഹെൽമെറ്റ് വെച്ചില്ല നിന്റെ തല പോകും. ഒയ്യോ, എന്റെ തല. ഇപ്പഴെങ്ങനെ നീ തലയെ കുറിച്ച് ചിന്തിച്ചല്ല? എന്റെ സാറേ, ചിന്തിക്കണമെങ്കിൽ തല വേണം. ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ലോറി വന്ന് തലേക്കര തല പോകില്ലേ? പിന്നെ സാറിന്റെ പറച്ചിലേട്ടത്തൊന്ന് ഹെൽമെറ്റും വെച്ചുകൊണ്ട് റോഡിലൂടെ പോകുമ്പോ ഒരു വണ്ടി വന്ന് തലേക്കര വണ്ടി അങ്ങ് മറിഞ്ഞു വീഴും. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ പേര്? ബാബു. കഴിഞ്ഞിട്ടുള്ള ബൂ. എന്താ നിന്റെ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് എന്താ പറഞ്ഞ പോലെ അച്ഛന്റെ പേര് പെട്ടെന്ന് മറന്നു. ഉത്രാടം തിരുനാൾ തോമസ് വർമ്മ. അപ്പൊ അമ്മയുടെ പേരോ? അമ്മയുടെ പേര് ഫാത്തിമ ബീവി അന്തർജൻ. അങ്ങോട്ട് ഷൂട്ട് ആവുന്നില്ലല്ലോ. നീ എന്താ ശങ്കരനോ? അതൊന്നും എനിക്കറിയാം. അച്ഛനിടയ്ക്ക് ശങ്കരന്റെ പേരും പറഞ്ഞ അമ്മേനെ എടുത്തിട്ട് ഇടിക്കണാണ്. ഏതെനത്തിപ്പെട്ടാണെന്ന് ഞാൻ ചോദിക്കാറില്ല. ആരുടെ പുറകിലിരിക്കുന്നത്? ആരുടെ പുറകിലിരിക്കണേ? എന്താണ് നിന്റെ പേര്? അപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്തതിന് 500 രൂപ പിഴ. അയ്യോ, പിഴ ഞാൻ അടക്കും സാറേ, ഞാൻ ലോക പിഴയാണ്. 500 എടുത്തോ? 500 രൂപ. അപ്പൊ നീ എങ്ങോട്ടാ പോണത്? ഞാനേ കളമശ്ശേരിയിൽ ഒരു പാർട്ടി ഉണ്ട്, അങ്ങോട്ട് പോവാ. കളമശ്ശേരി പാർട്ടി ഉണ്ട്, സൂട്ട്സൊക്കെ പോണം. അപ്പൊ എപ്പോഴാ തിരിച്ചു വരുന്നത്? അപ്പൊ തന്നെ പോരുവോ? അപ്പൊ തന്നെ പോരും. പോയിക്കോളൂ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല സാറേ, ഒന്ന് തള്ളണം. ഇത് നിർത്തിയ പിന്നെ ആരെങ്കിലും തള്ളാണ്ട് കാര്യം നടക്കൂല. തള്ളിക്കോ. തള്ളല്ലേ, ഒരു മിനിറ്റ് നിങ്ങടെ മാറിക്കേ. അവര് പുറകിന്ന് തള്ളണ സമയത്ത് നീ പുറകിൽ നിന്നല്ലേ തള്ളു ചിലപ്പോ ശരിയാവൂല. അവര് തള്ളിക്കോ. അവരൊരു ഭാഗം തള്ളു കളിക്കളി. ചാടി കയറിക്കോളോട്ടെ, എന്റെ മുഖത്തോട്ടല്ല. കളമശ്ശേരി വരെ തള്ളേണ്ടി വരുവാ. എടോ കോൺസ്റ്റബിളെ, അവര് കളമശ്ശേരി പാർട്ടിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു വഴി നിന്ന് അവരെ പിടിക്കാം. അപ്പോഴും കിട്ടും 500. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്റെ ഒരു ബുദ്ധി അല്ല, സാറിന്റെ ഒരു ബുദ്ധി. എവിടാ ഹെൽമെറ്റ്? ഹെൽമെറ്റ് എവിടെ? അപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്തതന്നെ ആദ്യം പിടിച്ചത്. അത് ആ വഴി വെച്ച്. പക്ഷെ ഇപ്പൊ നിന്റെ തല ഹെൽമെറ്റ് ഇല്ല. എന്റെ സാറേ, എപ്പോഴും ഹെൽമെറ്റ് കൊണ്ട് നടക്കാൻ പറ്റുമോ? അപ്പൊ 500 രൂപ പിഴ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴല്ലേ 500 രൂപ കൊടുത്തേ? നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? അതാണ് വെള്ളം അടിച്ചിട്ടുണ്ട്. ഇല്ല ഊതിക്കട്ടെ സാറേ, ഊതറ.
ഉയ്യോ. സൗണ്ട് കേട്ടോ നീ, സൗണ്ട് കേട്ടോ നീ. അതിന് വല്ല കംപ്ലൈന്റും ആയിരിക്കും. എടാ ഇതിനൊരു കംപ്ലൈന്റും ഇല്ല. വെള്ളം അടിച്ചവർ ഊതിയാൽ മാത്രമേ സൗണ്ട് കേൾക്കുള്ളൂ. എന്റെ സാറേ അതിന് കംപ്ലൈന്റാ. നീ ഒന്നുകൂടി ഊതിക്കേ. ഒന്നുകൂടി തുറ. ഉയ്യോ. സൗണ്ട് കേട്ടാ. എടാ വെള്ളം അടിച്ചൊരു ഊതിയാൽ മാത്രമേ ഇതിന് ടു 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 എന്ന് സൗണ്ട് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? നീ വെള്ളം അടിച്ചിട്ടുണ്ട്. എന്റെ സാറേ അത് കംപ്ലൈന്റാ. സാറിന് എടി നീ ഒന്ന് ഊതിക്കേ. ഒരു കംപ്ലൈന്റും ഇല്ല. ഞാനോ? ഊതിക്കേ. ഒന്ന് ഊതിക്കേ. ഊതി, ഊതി. കണ്ടാ ഇപ്പോഴും ഒച്ചക്കണ്ട. ഇതാ പറഞ്ഞത് ഈ സാധനം കംപ്ലൈന്റ് ആണ്. സോറി സാർ, എക്സ്ട്രീംലി സോറി. എസ്റ്റിമില് സോറി അല്ല, എന്റെ ഇസ്ര സോറി. എന്റെ ഇസ്ര ധൈര്യമായിട്ട് പോക്കോളൂ. കേറിക്കോ. ഓക്കെ സാർ. ഓക്കെ. പാവങ്ങൾ വെറുതെ സംശയിച്ചു. ഡർട്ടി ഫെല്ലോ. എടി ഇതുകൊണ്ടാണ് നിന്നോട് ഞാൻ പാർട്ടിയിൽ വെച്ച് നീ സ്മോള് വേണ്ട 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 എന്ന് പറഞ്ഞപ്പോ ഒരല്പം കുടിക്കടി എന്ന് പറഞ്ഞത്. അവിടെ വെച്ച് നീ കുടിച്ചതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് 3000 രൂപ ലാഭം കിട്ടിയത്. ഹൈ, എങ്ങട്ടാ നമ്മുടെ ഈ ലോകം പോയിക്കൊണ്ടിരിക്കണത്? സാങ്കേതികമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കല്ലേ നമ്മുടെ നാട്. അപ്പോ ചാക്യാര് പറഞ്ഞു തരാം എന്താ കാരണം. പണ്ടൊക്കെ നമ്മളൊക്കെ ഒരു സന്ദേശം വിടണമെങ്കിൽ പക്ഷിമൃഗാദികളുടെ കാലിലൊക്കെ ആയിരുന്നു വിട്ടിരുന്നത് അല്ലേ? എന്നാ എപ്പോഴോ ഈ മൊബൈലാദികൾ എന്നൊരു സാധനം വന്നേ പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ചില വിദ്വാന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. ചിരിക്കണ്ടോ? ഹൈ, എലി പുന്നല് കണ്ട പോലെ. ഈ മൊബൈൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും ഒരുപാട് നല്ല വശങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? ചാക്യാരങ്ങോട്ട് പറഞ്ഞു തരാം. എന്താ ഈ മൊബൈലില് ക്യാമറ എന്ന് പറയുന്ന ഒരു സംഭവം വന്നേ പിന്നെ സ്ത്രീകൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായി മാറി ഇല്ലേ? ഹൈ, എന്തിനു പറയുന്നു, ഒരു ജീവൻ രക്ഷിക്കാൻ പോലും വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്ന ഒരുപാട് മഹാന്മാരുള്ളൊരു നാടായിരുന്നു നമ്മുടെ കേരളം. എന്നാ ഈ കലികാലത്തിലോ ഒരു അപകടം നടന്ന ഒരു ജീവൻ പൊലിയാൻ പോയാൽ പോലും ആ ജീവൻ രക്ഷിക്കാൻ നോക്കാതെ അത് മൊബൈലിലെ രംഗം പകർത്തുന്ന വിദ്വാന്മാരുടെ നാടായി മാറി നമ്മുടെ ഈ കേരളം ഇല്ലേ? ചാക്യാർക്കും ഈ ക്യാമറകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നും നാട്ടിൽ സമരം, ചിലരോ അറിയുന്നില്ലേ വിവരം. നാട്ടിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ ക്യാമറകൾ വേണം, ക്യാമറകൾ വേണം. മനസ്സു കൊതിക്കും സിനിമകൾ കാണാൻ, മുടിഞ്ഞ കണ്ണീർ സീരിയൽ കാണാൻ. ഹോട്ടലിനുള്ളിലെ ബാത്റൂം സീനുകൾ വ്യക്തതയോടെ രസിച്ചതു കാണാൻ. നാട്ടിൽ നടക്കും അനീതികൾ കാണാൻ ക്യാമറകൾ വേണം, ഒളി ക്യാമറകൾ വേണം. ഞങ്ങളിങ്ങനെ ഇട്ട് തല്ലാനായിട്ട് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? നീയൊക്കെ പണം പിടിച്ചേതാണ്ട് കേസ് അന്വേഷിക്കാനെന്നും പറഞ്ഞ് എന്റെ പട്ടി കൊണ്ട് പോയിട്ടേ എന്നെ പട്ടി വിടാ. അതിന് മണം പിടിക്കാൻ പോയ പട്ടി കണ്ട പെൺപട്ടിയുടെ പുറകെ മണം പിടിച്ചു പോകുന്നത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണ്. അതൊന്നും എനിക്കറിയണ്ട. ഇന്നേക്ക് ഒരാഴ്ചക്കുള്ളില് എന്റെ പട്ടി എന്റെ വീട്ടിലെത്തിച്ചിട്ടില്ലെങ്കിൽ നിന്റെയൊക്കെ കോമാളി വേഷം ഉണ്ടല്ലോ ഞാൻ പെട്രോൾ ചോദിക്കും. ശരി പട്ടി, അല്ല പട്ടീനെ ഞങ്ങള് വീട്ടിലെത്തിച്ചോളാം. നല്ല ചേട്ടാ, അവന്റെ ഒക്കെ ഒരു പാട്ടി. അല്ല പിന്നെ നമ്മുടെ അടുത്ത് അവന്റെ കളി. ഓ എന്റെ അമ്മോ. പക്ഷേ എവരി ഡോ ഹാസ് എ ഡേ. എന്ത്? എടാ, ഏതൊരു പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്ന്. ഒരു ദിവസം ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അടുത്ത ദിവസം തന്നെ പട്ടിനെ കൊടുക്കണമെന്നാ പറഞ്ഞേക്കണേ. ഈ നശിച്ച പട്ടി കാരണം ബാക്കിയുള്ളവന്റെ ഉള്ള മനസ്സമാധാനം കൂടി പോയല്ല. അതെ. ആ പട്ടിയുടെ ആണെങ്കിൽ 2 ചെവിയും തൂങ്ങിയതാ. അങ്ങനെയുള്ള ഒരു പട്ടീനെ നമ്മൾ എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കാനാ? അങ്ങനെ ഒരു പട്ടിയുണ്ട്. ചെവി തൂങ്ങിയ പട്ടിയാണോ? ചെവിയാണോ കാലാണോ എന്തോന്ന് തൂങ്ങി കിടക്കണം, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ, നിന്നെ കൊഞ്ഞങ്ങളെ ഞാൻ. പട്ടി അവിടെ നിൽക്കട്ടെ, നിന്നോട് നിൽക്കാനല്ല പറഞ്ഞത്. അതിലും ഭയങ്കരമായൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? വിശന്നിട്ട് പാടില്ല. എനിക്കും വിശക്കുന്നുണ്ട്. ഈ പട്ടിയും പട്ടിണിയും പണ്ടാരടക്കം എനിക്ക് ജീവിതം മടുത്തു. എനിക്കും മടുത്ത്. എന്റെ അമ്മോ,
എന്റെ അമ്മോ ഇങ്ങോട്ട് വേണം. ജെയിംസ് ചേട്ടാ ബാക്കിയുള്ളവരുടെ ജീവിതം ഓടി തീരുള്ളതാ തോന്നണത്. ദൈവമേ. എടി ഓടിച്ചത് മതി. അറിയില്ല പഴയ കുട്ടിയാണോ അവളെന്തിനാ നമ്മുടെ പുറകെ വന്നത്? നീയായിരുന്ന ദേടാ അവളാടാ. അയ്യോ പിന്നെ ആരാന്ന് വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു പലിശക്കാരൻ സെൽവനായിരിക്കും ഇത്. അതെന്തോ ആവട്ടെ, ചേട്ടന് ഒളിച്ചോടി പോവാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ? അല്ല അതിപ്പോ ഞാൻ ചേട്ടൻ വരുമെന്ന് വിചാരിച്ച് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഞാൻ കാത്തു നിന്നു. നിന്ന് കാല് കഴിച്ചപ്പോ ഞാൻ അവിടെ ഇരുന്നു. അത് നന്നായി. ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനുമായിട്ട് ഞാനങ്ങ് പരിചയപ്പെട്ടു. പിന്നെ ഞാനും ചേട്ടനും കൂടി ഊട്ടിക്ക് പോയി. അയ്യോ ഇന്ന് രാവിലെ തിരിച്ചു വന്നേ. നമ്മൾ എന്ന് ചേട്ടാ ഒളിച്ചോടുന്നേ? അയ്യേ നിങ്ങൾക്ക് രണ്ടും കൂടി കല്യാണം കഴിച്ചൂടെ? ജെയിംസ് ചേട്ടാ, നമ്മുടെ കല്യാണക്കാര്യം കഴിഞ്ഞ ആഴ്ച വീട്ടിലൊന്ന് ഞാൻ പതുക്കെ പറഞ്ഞു. പണിവാളി. എന്നിട്ട് വീട്ടുകാരെന്ത് പറഞ്ഞു? പതിക്കല്ലേ പറഞ്ഞു, ആരും കേട്ട് കാണൂല. ഭാഗ്യം. ജെയിംസ് ചേട്ടാ, ഒരു ദിവസം നമ്മൾ രണ്ടുപേരും സന്ധ്യ മയങ്ങുന്ന നേരത്ത് പകൽ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്റെ ജെയിംസ് ചേട്ടാ. അയ്യോ ജെയിംസ് ചേട്ടനോട് പോയി. അയ്യോ അവനോട് പോയി. ജെയിംസ് ചേട്ടാ, ജെയിംസ് ചേട്ടൻ പോണെങ്കിൽ പോട്ടെ, എനിക്ക് എന്റെ ബോണ്ടേട്ടിന് മതി. പോണ്ടല്ല ഉണ്ടമ്പരി ഒന്ന് പോടി വേണ്ടേ അവിടുന്ന്. ഒന്ന് പോവണ്ടേ അവിടുന്ന്. ബോണ്ടേട്ടാ. എന്റെ അമ്മ. അയ്യോ എടാ ഇത് ഞാനാടാ. നീയായിരുന്ന ഞാൻ വിചാരിച്ചാ നശിച്ച പെണ്ണായിരിക്കും. നീ ആളൊരു വഞ്ചകനാടാ. അത് ഞാൻ അവളെ സ്നേഹിച്ചിട്ട് വേണ്ട വഞ്ചിക്കാൻ. നീ അവളെ സ്നേഹിച്ച് വഞ്ചിച്ചാരിയല്ല പറഞ്ഞ. പിന്നെ? നീ അവളുടെ അടുത്ത് തന്നെ ഒറ്റക്കിട്ടിട്ട് പോയില്ലേ? ആ പിശാചിന്റെ പേരെന്താ? ജീവന്തി. ആ ജീവന്തി. ജീവന്തി അല്ല, അത് തീവണ്ടിയാ. മറ്റുള്ളവരെ നെഞ്ചത്തോട്ട് ഓടിക്കറ തീവണ്ടി. നീ എന്തിനാ കരയണത്? എനിക്ക് വിശന്നിട്ട് പാടില്ല. കരയണ്ടേട്ടാ, എനിക്ക് വിശക്കണടാ. നമുക്ക് വല്ല ഹോട്ടലിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിച്ചാലാ? അതിന് നിന്റെ കാശുണ്ടോ? എടാ അതിന്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം, നീ വാ. എടാ മണ്ട, നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ കാശ് പോക്കറ്റ് അടിച്ചു പോയി എന്ന് പറയുന്നു. കൊള്ളാം. എന്നിട്ട് അവര് നമ്മളെ നേരെ ഹോട്ടലിന്റെ അകത്തേക്ക് കയറ്റി അടുക്കളയിലേക്ക് പറഞ്ഞിട്ട് അവിടുത്തെ പണി മുഴുവൻ നമ്മളെ കൊണ്ടിരിക്കും. അതും നല്ല കാര്യമല്ലേ? നമ്മൾ ആ ഹോട്ടലിൽ പണി ചെയ്യുമ്പോൾ നമ്മുടെ പണി അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ തന്നെ നമുക്ക് സ്ഥിരം പണി കിട്ടില്ലേ? എടാ അങ്ങനെ ഹോട്ടലിൽ കിടന്ന് പണിയെടുത്ത് കളയാനുള്ളതല്ല നമ്മുടെ വിലയേറെ ജീവിതം. അല്ല, നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവാൻ. എടാ ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കാൻ പറ്റിയ ആ ഹോട്ടലിൽ നിന്ന് നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണമെങ്കിലും കഴിക്കാം. എടാ ഒരു മനുഷ്യൻ തിന്നാൻ വേണ്ടിയല്ല ജീവിക്കണത്, ജീവിക്കാൻ വേണ്ടിയാ തിന്നണത്. എന്നാ എനിക്കൊരു മട്ടൻ ബിരിയാണി മാംഗോ ജ്യൂസ് ഇപ്പൊ തന്നെ മേടിച്ചതാ. നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. എന്തെന്ന്? ദാസനും വിജയനും എങ്ങനെ ഇത്ര വലിയ സീഡികളായെന്നറിയോ? ഏത് ദാസനും വിജയനും? എടാ നാടോടിക്കാറ്റിലെ ദാസനും വിജയനും ഇത്ര വലിയ സീഡികളായത് അവർ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ്. ആണോ? അതുപോലെ നമ്മളും ഒരിക്കലും ഈ ലോകമറിയുന്ന രണ്ട് സീഡികളായി മാറും. ആകൂ. പിന്നെ എന്നെ വെച്ച് നീയൊക്കെ രക്ഷപ്പെടാന്ന് കരുതിയോടാ? പിടി ചേട്ടാ. എടാ ഈ ശെൽവം കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചിട്ടുണ്ട്. അത് പിന്നെ സെൽവൻ ചേട്ടൻ കാശ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നാട്ടുകാർ അത് മേടിക്കും. അതല്ലെന്ന്, ഞാൻ നിനക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിലേ അത് മേടിച്ചിട്ടുണ്ടാവുന്ന ഞാൻ ഉദ്ദേശിച്ചത്. അതായത് സെൽവൻ ചേട്ടൻ ഞങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ടുണ്ടാവൂന്നല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ ഇനി കാശ് തരണ്ടല്ലോ. നീയൊന്നും തരണ്ടടാ, ഞാൻ എന്റെ പൊന്നിയേട്ടാ, ഞങ്ങളൊരു സത്യം പറയാം. സത്യമാണോ? എന്റെ പൊന്നിയേട്ടാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതേവരെ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. ഇതുപോലൊരു നുണ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അയ്യോ ചേട്ടാ, വിഷം മേടിച്ച് തിന്നാൻ പോലുള്ള കാശ് ഞങ്ങളുടെ കയ്യിൽ ഇല്ല. അയ്യോടാ, വിഷം മേടിച്ചിട്ടുള്ള കാശില്ല, അത് ഞാൻ തരാം. പക്ഷേ എന്റെ കാശപ്പം തരൂടാ. സെൽവൻ ചേട്ടാ, കാര്യം സെൽവൻ ചേട്ടന്റെ കയ്യിലെ കാശ് കൊണ്ടാ ഞങ്ങൾ ഈ കോട്ടും സൂട്ടും തൊപ്പിയൊക്കെ മേടിച്ചു. പക്ഷെ പ്രതീക്ഷക്കൊത്ത് ഉയരാനുള്ള സീഡികളായിട്ട് വളരാൻ ഞങ്ങൾക്ക് പറ്റില്ല ചേട്ടാ. അയ്യോടാ, അപ്പൊ ഇതേവരെ നിങ്ങക്ക് തെളിയിക്കാൻ കേസൊന്നും കിട്ടിയില്ല. കേസ് പോയിട്ട് തെളിയിക്കാൻ ഒരു ബൾബ് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇനി ഉമ്മാരുടെ കയ്യിൽ നിന്ന് ഞാനെങ്ങനെ കാശ് ഒപ്പിക്കും? അങ്ങനെ ഇന്നും നമ്മൾ ഒരു വിധത്തിൽ സെൽവൻ ചേട്ടൻ അതിന് രക്ഷപ്പെട്ടു. അതെ, എന്നെ സമ്മതിക്കണം. എന്നെ സമ്മതിക്കണം. എന്നെ ആര് സമ്മതിക്കണം? അയ്യോ
കാശ് ഓടരുത്. ഇനി ഓടാനുള്ള കെൽപ്പ് എനിക്കില്ല. കാശിന്റെ കേസ് വിട്ടുകളാ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. കേസില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങക്ക് രണ്ടുപേർക്ക് കാശില്ലാത്ത. പറ്റിയ കേസ് ഒരെണ്ണം ഞാൻ തരാം. എന്ത് കേസ്? ഫീസ് ഇല്ല കേസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരാളും അറിയരുത്. ഞാൻ അറിയണോണ്ട് കുഴപ്പമുണ്ടോ? നീ അറിയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഓ ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കല്ലേ? ഞാൻ അറിയുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? എടാ മണ്ട, എടാ നിങ്ങ രണ്ടുപേരെ കൂടാതെ മൂന്നാമതൊരാൾ അറിയരുത്. അല്ല ഇപ്പൊ സെൽവൻ ചേട്ടൻ അറിഞ്ഞാല? അയ്യോ, ഇതൊക്കെയാണ് നീയൊക്കെ ഒരു പണിയില്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കണത്. നമ്മളെ മൂന്നുപേരെ കൂടാതെ നാലാമതൊരാൾ അറിയരുതെന്ന്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇങ്ങനെ എപ്പോഴും എപ്പോഴും വാക്ക് മാറ്റി പറയുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞാനും അതല്ലെന്ന്. ഞാനൊരു വീട് കാണിച്ചു തരാം. ആ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പെണ്ണിനോട് ചോദിക്കണം, ഞാൻ ഇന്ന് അങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്ന്. അപ്പൊ ചേട്ടൻ കാണിച്ചു തരുന്ന വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കണം, ചേട്ടൻ ഇന്ന് അങ്ങോട്ട് ചെന്നോട്ടെ. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇതെവിടെ പോണ്? നിങ്ങക്ക് ആ വീട് അറിയില്ല? ഇതൊക്കെയാണ് നിങ്ങളുടെ കുഴപ്പം. എന്റെ കൂടെ വാ. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. എല്ലാം പറഞ്ഞതുപോലെ ഞാനൊന്നും അങ്ങോട്ട് വന്നോട്ടെ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അത് മാത്രം ചോദിച്ചാൽ മതിയല്ലോ. മതി. ഓക്കെ ഓക്കെ. ഇതെന്താ ഈ വഴി പോകുന്നത്? ഇത് ഞങ്ങൾ സിഐഡികളുടെ ഒരു രീതിയാണ്. അതെ, മതില് ചാടി പോകാന്നുള്ളത്. ഗേറ്റ് വഴി സിഐഡികൾക്ക് പോയാലെന്താ? സ്റ്റോപ്പ്. ചാണാത്തി ചവിട്ടിയോ? ഓ അതല്ല, പിന്നെ സെൽവൻ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? കറക്റ്റ്. കാരണം നമ്മളുടെ ഈ കോട്ടും തൊപ്പിയും കന്നഡയും എല്ലാം സെൽവൻ ചേട്ടന്റെ കാശാണ്. എന്നാലും അയാൾ വെറും ഒരു വൃത്തികെട്ടവൻ. അത് നമ്മൾ സിഐഡികൾക്ക് അറിയേണ്ട കാര്യമില്ല. Yes. സിഐഡികൾ ഒരു ദൗത്യം ഏറ്റെടുത്താൽ അത് നടത്തിയിരിക്കണം. Come on. പോയ കാര്യം എന്തായി? വളരെ അപകടം പിടിച്ച ഒരു ദൗത്യമാണ് ഈ സിഐഡികൾ ഏറ്റെടുത്തത്. അതെ അതെ. ഏടാ പെണ്ണായിട്ട് സംസാരിച്ചു. അതെ അതെ. എടാ അവിടെ വല്ലതും ഇങ്ങോട്ട് പറഞ്ഞോ? ചേട്ടനോട് അങ്ങോട്ട് ചെന്നാൽ ചേട്ടന്റെ മുട്ടുകാല് തല്ലുപിടിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചേട്ടൻ ഇനി അങ്ങോട്ട് പോകണ്ട. പകരം ഞങ്ങൾ അങ്ങോട്ട് പോകാം. അതെന്ത് കാര്യത്തിന്? ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയാൽ ചിലപ്പോ വീണാലോ. എന്തിനാ ചേട്ടാ ഞങ്ങളിങ്ങനെ തല്ലടേ? എടാ അതെന്റെ ഭാര്യയാടാ. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എടാ പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് വീട്ടിലേക്ക് കയറിയാൽ മതി അവളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വല്ല മാറ്റോട്ടാന്ന് അറിയാൻ വേണ്ടിയാണ് നിന്റെയൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്.